ഇന്ത്യ-പാക് സംഘർഷത്തിൽ പാകിസ്ഥാന് തുറന്ന പിന്തുണ നൽകി ഇന്ത്യക്കാരെ പിണക്കിയ തുർക്കിക്ക് ചെറിയ തിരിച്ചടിയൊന്നുമല്ല നമ്മുടെ രാജ്യത്ത് നിന്ന് നേരിടേണ്ടി വന്നത്. യാത്രകൾ വെട്ടിക്കുറച്ച സഞ്ചാരികളും ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ച കച്ചവടക്കാരും തുർക്കിക്കെതിരെ ശക്തമായി തന്നെ പ്രതിഷേധമറിയിച്ചു. ചില്ലറ ക്ഷീണമൊന്നുമല്ല ഇതിലൂടെ തുർക്കിക്ക് കിട്ടിയതും. ഇന്ത്യയിലെ സമ്പന്നർക്കിടയിൽ അടുത്ത കാലത്ത് ട്രെൻഡിംഗ് ആയ ഒന്നായിരുന്നു തുർക്കി വെഡിംഗ്. അതായത് തുർക്കിയിൽ പോയി ലക്ഷങ്ങൾ പൊടിച്ച് വിവാഹമോ അല്ലെങ്കിൽ സേവ് ദ ഡേറ്റോ നടത്തുക. കേരളത്തിൽ നിന്നടക്കം തുർക്കി തലസ്ഥാനമായ ഇസ്താംബുളിൽ പോയി ഇങ്ങനെ വിവാഹം കഴിച്ചവരുണ്ട്. 1100 കോടി രൂപയുടെ വരുമാനമാണ് ഇന്ത്യയിൽ നിന്നുള്ള വധുവരന്മാരെ കൊണ്ട് യൂറോപ്പിലെ രോഗി എന്ന് വിളിപ്പേരുള്ള തുർക്കിക്ക് ഉണ്ടായത് എന്നാണ് കണക്ക്. എന്നാൽ തുർക്കി ആയുധമടക്കം നൽകി പാകിസ്ഥാന് പരസ്യ പിന്തുണ കൊടുക്കുകയും ഓപ്പറേഷൻ സിന്ദൂറിനെ അടക്കം അപലപിക്കുകയും ചെയ്തോടെ കടുത്ത തുർക്കി വിരുദ്ധ വികാരം ഇന്ത്യയിൽ രൂപപ്പെട്ടു. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള പ്രണയിനികൾ മാത്രമല്ല ടൂറിസ്റ്റുകൾ പോലും തുർക്കിയെ കൈയൊഴിഞ്ഞു. സോഷ്യൽ മീഡിയയിലൊക്കെ ബോയ്ക്കോട്ട് തുർക്കി ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഒരു പാർട്ടിയുടെയും ആഹ്വാനമില്ലാതെ സ്വമേധയാണ് ഇത് സംഭവിക്കുന്നതെന്നതാണ് ശ്രദ്ധേയം. തുർക്കിയെ പോലെ പാകിസ്ഥാന് പിന്തുണ കൊടുത്ത അസർബൈജാനും ഇന്ത്യക്കാരുടെ ബഹിഷ്കരണം നേരിടുകയാണ്. ഇതോടെ കോടികളുടെ നഷ്ടമാണ് ഈ രാജ്യങ്ങൾക്കുണ്ടാവുന്നത്. സാമ്പത്തികമായി പാപ്പരായ പാകിസ്ഥാനിൽ നിന്നാവട്ടെ ഇത് നികത്താനുള്ള ടൂറിസ്റ്റുകളെ നൽകാനും കഴിയുന്നില്ല. ഇന്ന് സൈനിക സഹായം അടക്കം നൽകി പാകിസ്ഥാന്റെ നട്ടലായി പ്രവർത്തിക്കുന്നത് യൂറോപ്പിലെ ഇസ്ലാമിക ഭൂരിപക്ഷ രാഷ്ട്രമായ തുർക്കിയാണ്. പാകിസ്ഥാൻ പഞ്ചാബിലേക്ക് അയച്ചത് തുർക്കി നിർമ്മിത ഡ്രോണുകളാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നതാണ്. പാകിസ്ഥാന് പരസ്യ പിന്തുണയുമായി തുർക്കി പ്രസിഡന്റ് എർദോഗാനും രംഗത്തെത്തിയിരുന്നു. അസർബൈജാനും പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് പാകിസ്ഥാൻ ആവശ്യമുന്നയിച്ചപ്പോൾ അതിനെ പിന്തുണച്ച രാജ്യങ്ങളായിരുന്നു ഇരുവരും. ഇന്ത്യക്കാരുടെ ബഹിഷ്കരണം കനത്തതോടെ വിനോദസഞ്ചാര മേഖലയിൽ കനത്ത തിരിച്ചടിയാണ് തുർക്കിക്കും അസർബൈജാനും നേരിടേണ്ടി വന്നത്. ഇരു രാജ്യങ്ങളിലേക്കുമുള്ള 60% ഇന്ത്യൻ ബുക്കിംഗുകൾ ക്യാൻസലായെന്നാണ് പുറത്തു വന്ന കണക്ക്. ക്യാൻസലേഷൻ നിരക്കും 250% വർദ്ധിച്ചു.